ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിൻ്റെ പകുതി യാത്ര പൂർത്തിയാക്കി. അതായത് 50 ദിനങ്ങൾ. ഒന്നും മാറ്റിപ്പിടിച്ചാലോ എന്ന ടാഗുമായി മാർച്ച് 10 ആരംഭിച്ച പുതിയ സീസണിൽ ബിഗ് ബോസിൽ ഒഴിവാക്കാനാവാത്ത നാടകീയ മുഹൂർത്തങ്ങൾ മുൻ സീസണുകളേക്കാൾ കൂടുതലാണ്. കിടപ്പമുറികൾ 4 ഭാഗിച്ച് അതിലൊന്ന് ഹൗസിലെ സർവാധികാരികളായ പവർ ടീമിനുള്ള പവർ റൂമാക്കി മാറ്റിയതുൾപ്പെടെ ഒട്ടേറെ പ്രത്യേകതകളുള്ള സീസണാണ് ഇത്. 19 മത്സരാർത്ഥികളുമായി മാർച്ച് 10 ആരംഭിച്ച ഷോയിൽ നിലവിൽ 17 പേരാണ് ഉള്ളത്. എന്നാൽ എവിക്റ്റ് ആയത് 2 പേരല്ല. 6 വൈൽഡ് കാർഡുകൾ വന്നതിൽ നിന്നു തന്നെ ആരോഗ്യപരമായ കാരണങ്ങളാൽ 2 പേർ ഷോയിൽ നിന്ന് പുറത്തേക്ക് പോയി. മോഹൻലാൽ പറഞ്ഞതുപോലെ മുന്നോട്ടുള്ള ദിനങ്ങൾ ടൈറ്റിൽ വിജയിയെ കണ്ടെത്താനുള്ള ഫിസിക്കൽ ടാസ്കുകൾ ഉൾപ്പെടെയുള്ള കടുത്ത ഗെയിമുകളുടെ ഘട്ടമാണ്. അതേസമയം ഷോയിലെ ഏറ്റവും നിർണായകമായ ഒന്നാണ് എല്ലാ ആഴ്ചയിലും നടക്കുന്ന നോമിനേഷൻ. ഇനി ആരൊക്കെ ഹൗസിൽ തുടരണമെന്നത് തീരുമാനിക്കുന്നത് പോലും ഈ നോമിനേഷനാണ്. സീസൺ 6 8-ാം വാരത്തിലെ നോമിനേഷൻ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വാരത്തിലേതുപോലെ ഇത്തവണയും ജംബോ നോമിനേഷൻ ലിസ്റ്റാണ്. കഴിഞ്ഞ വാരം പവർ ടീമും ക്യാപ്റ്റനും ഒഴികെ എല്ലാവർക്കും നോമിനേഷൻ ലഭിച്ചിരുന്നെങ്കിൽ ഇക്കുറി ഇതിൽ ഉൾപ്പെടാത്ത ഒരു മത്സരാർത്ഥി മാത്രമാണ് നോമിനേഷനിൽ നിന്ന് ഒഴിവായത്. 9 പേർ ലിസ്റ്റിൽ ഇടം പിടിച്ചു. കഴിഞ്ഞ വാരം ക്യാപ്റ്റൻ സ്ഥാനം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത ശ്രീധുവിനെ ആരും തന്നെ നോമിനേറ്റ് ചെയ്തില്ല. വിവിധ കാരണങ്ങളാൽ നോമിനേഷനിൽ ഇടം പിടിച്ചവർ അഭിഷേക് ശ്രീകുമാർ, നോറ, ഋഷി, സിജോ, അർജുൻ, ഗബ്രി, ജാസ്മിൻ, ജിൻഡോ, അൻസിബ എന്നിവരാണ്. പവർ ടീം കാര്യക്ഷമമല്ലെന്നും അദൃശ്യരാണെന്നും അഭിപ്രായപ്പെട്ട ബിഗ് ബോസ് 2 പേർ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ പ്രകാരം പവർ ടീമിനുള്ളിൽ തന്നെ നടന്ന ചർച്ചയിൽ ഗബ്രിയും ഋഷിയുമാണ് പവർ ടീമിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചത്. പിന്നാലെ നടന്ന നോമിനേഷനിൽ ഇരുവർക്കും നോമിനേഷനും ലഭിച്ചു. ഇവർക്ക് പകരം പവർ റൂമിലേക്ക് പ്രവേശനം നേടിയെടുത്ത നന്ദനയും സായിയും നോമിനേഷനിൽ നിന്ന് സേഫ് ആവുകയും ചെയ്തു. നോമിനേഷൻ സമയത്ത് മിക്കപ്പോഴും മത്സരാർത്ഥികൾ വ്യക്തിവൈരാഗ്യം തീർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നോമിനേഷനിൽ ഉൾപ്പെടേണ്ട പലരും സേഫായി മുന്നോട്ട് പോകുന്ന രീതിയുമുണ്ട്. മുമ്പുള്ള സീസണുകളിൽ അത്തരം ആളുകൾ ടോപ്പ് 5 വരെ എത്തിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 8-ാം വാരം നടന്ന നോമിനേഷൻ പ്രക്രിയയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരാർത്ഥി അൻസിബയാണെന്ന് പറയുകയാണ് BB പ്രേക്ഷകർ. ഒരാളെ എങ്ങനെ നോമിനേറ്റ് ചെയ്യണമെന്ന് അൻസിബ കാണിച്ചു തന്നുവെന്നാണ് പ്രേക്ഷകരിൽ ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഒരാളെ എങ്ങനെ നോമിനേറ്റ് ചെയ്യണമെന്ന് അൻസിബ ഇന്ന് കാണിച്ചു തന്നു. എത്ര പക്വതയോടെയാണ് ഇവരുടെ സംസാരം തന്നെ. എത്ര കൃത്യമായ കാരണങ്ങളാണ് നോമിനേഷനിൽ ഉപയോഗിക്കുന്നത്. സിജോയെ നോമിനേറ്റ് ചെയ്ത രീതി മാത്രം ശ്രദ്ധിച്ചാൽ മതി അൻസിബ എന്ന കണ്ടസ്റ്റന്റിന്റെ റേഞ്ച് മനസ്സിലാക്കാൻ. ഓരോ ദിവസം കഴിയുന്തോറും ഈ വ്യക്തിയോടുള്ള ഇഷ്ടം 10 മടങ്ങ് കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് കുറിപ്പ്. പ്രേക്ഷകരിൽ ഭൂരിഭാഗവും ഈ അഭിപ്രായത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചു. സീസൺ 6 ഏറ്റവും നല്ല മൈൻഡ് ഗെയിമേഴ്സിൽ ഒരാൾ അൻസിബയാണെന്നതിൽ പ്രേക്ഷകർക്ക് തർക്കമില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മത്സരത്തിൽ തുടരാൻ താല്പര്യമില്ലെന്ന് താരം പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്ഷനിൽ നിന്നും സേഫായെന്ന് മോഹൻലാൽ അറിയിച്ചപ്പോഴും അൻസിബയ്ക്ക് കാര്യമായ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല.